എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളിൽ ACCA കോഴ്സിനെ കുറിച്ചും ഒപ്പം തന്നെ CA കോഴ്സിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CMA കോഴ്സുകളെ കുറിച്ചാണ്. അതായത് CMA ഇന്ത്യ ഉണ്ട്, ഒപ്പം തന്നെ CMA US ഉണ്ട്. അതിൽ ഏതാണ് ബെറ്റർ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ, അതിൻ്റെ ഒരു സാലറി റേഞ്ച് എങ്ങനെയാണ്, എവിടേക്കാണ് നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ളത്, എത്ര നാളുകൊണ്ട് കോഴ്സ് പൂർത്തിയാക്കാം, ആർക്കൊക്കെയാണ് ഇത് പഠിക്കാൻ സാധിക്കുക, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സംശയങ്ങൾ ഈ ഒരു കോഴ്സുകളെ കുറിച്ചുണ്ട്. അപ്പോൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഞാനതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് CMA കോഴ്സ്, അത് CMA ഇന്ത്യ വേണോ, CMA US വേണോ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒപ്പം തന്നെ അതിൻ്റെ ഒരു ഗൂഗിൾ ഫോമും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം CMA, അതായത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഇന്ത്യയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. CMA ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ CMA ഇന്ത്യ എന്ന് പറയുന്നത് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICMA അവർ ഓഫർ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് അല്ലേ. അത് ICWA ആയിരുന്നു നേരത്തെ. ഈ ഒരു ICMA എന്ന് ആവുന്നതിന് മുമ്പ് അതിൻ്റെ നേരത്തെയുള്ള പേര് ICWA എന്നായിരുന്നു. അവർ ഫോക്കസ് ഓൺ കോസ്റ്റ് കൺട്രോൾ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് ടാക്സേഷൻ. അതായത് CMA ഇന്ത്യയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് കോസ്റ്റ് കൺട്രോൾ, ഒരു സ്ഥാപനത്തിലെ ചെലവ് എങ്ങനെ നിയന്ത്രിച്ച് നടത്താം, അപ്പോൾ അതിനെക്കുറിച്ച് അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും CMA ഇന്ത്യ എന്ന കോഴ്സിലൂടെ ഓഫർ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, ടാക്സേഷൻ, നമ്മൾ അതിനകത്ത് ടാക്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടൻറ്റ് അത് ഫിനാൻഷ്യൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടെ CMA പഠിച്ചിരിക്കുന്ന ആൾ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്, അയാൾ കോസ്റ്റ് ഓഡിറ്റാണ് നടത്തുക. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി സിമിലർ ടു CA ബട്ട് വിത്ത് എംബസൈസ് ഓൺ കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലേ. അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ CMA കാരനാണെങ്കിൽ അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലായിരിക്കും ഫോക്കസ് ചെയ്യുക. ഇനി CMAയുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിനൊരു ഫൗണ്ടേഷൻ ലെവൽ, ഇൻ്റർമീഡിയറ്റ് കോഴ്സ്, ഫൈനൽ കോഴ്സ്, അങ്ങനെ 3 ലെവലുകൾ ഇതിനുണ്ടായിരിക്കും CA കോഴ്സ് പോലെ തന്നെ. ദെൻ CMA സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്, നമ്മൾ CMA US അറിയപ്പെടുന്നത് സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷനുള്ള ഒരു കോഴ്സാണ് CMA US എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ, ആ സർട്ടിഫിക്കേഷൻ ഓഫർ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് IMA, അതായത് US ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് അവർ നടത്തുന്ന ഒരു കോഴ്സാണ് CMA US എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റെക്കഗ്നൈസ്ഡ് ഗ്ലോബലി, അത് US ഒപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലെല്ലാം ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് CMA US. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്, അനാലിസിസ്, കൺട്രോൾ, ഡിസിഷൻ സപ്പോർട്ട്, പ്രൊഫഷണൽ എത്തിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ടാവും. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മേഖലയിലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് ഡിസിഷൻ മേക്കിംഗ് മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഒരു കരിയർ കെട്ടിപ്പടുത്താൻ വേണ്ടി നിങ്ങൾക്ക് CMA US എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുമൂലം നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി നമ്മൾ നോക്കാൻ പോകുന്നത് CMA ഇന്ത്യയും CMA US തമ്മിലുള്ള കമ്പാരിസനാണ്. അതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒപ്പം തന്നെ ഈ കോഴ്സുകൾ എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നോക്കാം CMA ഇന്ത്യ, ഒപ്പം തന്നെ CMA USA. ഇപ്പോൾ CMA ഇന്ത്യയിലെ ഫൗണ്ടേഷൻ ലെവലുണ്ട്. ഫൗണ്ടേഷൻ ലെവലിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഫണ്ടമെൻറ്റൽസ് ഓഫ് എക്കണോമിക്സും മാനേജ്മെൻറ്റും, ഫണ്ടമെൻറ്റൽസ് ഓഫ് അക്കൗണ്ടിങ്, ലോസ് ആൻഡ് എത്തിക്സ്, മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെയാണ് ഫൗണ്ടേഷൻ ലെവലിൽ CMA ഇന്ത്യയിൽ പഠിക്കേണ്ടത്. ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ലോസ്, എത്തിക്സ്, ഡയറക്റ്റ് ടാക്സേഷൻ, കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ കാര്യങ്ങളൊക്കെ പഠിക്കും. അതുകൂടാതെ ഫൈനൽ ലെവലിലേക്ക് വരുമ്പോൾ കോർപ്പറേറ്റ് ലോസ്, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ്, ഡയറക്റ്റ് ടാക്സ് ലോസ്, കോർപ്പറേറ്റ് ഫിനാൻസ് റിപ്പോർട്ടിംഗ്, അങ്ങനെ കുറേ സബ്ജക്റ്റുകൾ നമുക്ക് അതിലും പഠിക്കാനുണ്ട്. ഇപ്പോൾ CMA US വരുവാണെങ്കിൽ അത് 2 പാർട്ടാണ്. നമുക്ക് CMA ഇന്ത്യയിൽ 3 ലെവലാണെങ്കിൽ, അല്ലെങ്കിൽ 3 കോഴ്സുകളായിട്ടാണെങ്കിൽ, ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ എന്ന് പറയുന്ന ഒരു 3 സ്റ്റേജുകളാണെങ്കിൽ, CMA US അത് പാർട്ട് 1ഉം പാർട്ട് 2ഉമാണ്. പാർട്ട് 1ൽ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ്, പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സിലാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇത്രയും സബ്ജക്റ്റുകളാണ് അവിടെ, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചെടുക്കുക. ഇനി പാർട്ട് 2ലേക്ക് പോവുകയാണെങ്കിൽ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. അതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, കോർപ്പറേറ്റ് ഫിനാൻസ്, ഡിസിഷൻ അനാലിസിസ്, റിസ്ക് മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, പ്രൊഫഷണൽ എത്തിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ പഠിച്ചെടുക്കുക. അപ്പോൾ CMA US കമ്പാരിറ്റീവ്ലി CMA ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞ നാളുകൾ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CMA US എന്ന് പറയുന്നത്. അതിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പേപ്പറുകളുടെ എണ്ണവും കുറവാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി മറ്റൊരു രീതിയിൽ നമുക്കത് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇത് ഓരോന്നും പഠിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്.
നോക്കുക, മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് CMA ഇന്ത്യ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് +2 പാസ്സാണ്. ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിന്ന്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ഏതുമാകാം, ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് നിങ്ങൾ 12ാം ക്ലാസ് പാസ്സായിരിക്കണം. CMA USA ആണെങ്കിൽ നമ്മൾക്ക് 12ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് CMA USA പഠിക്കാൻ വേണ്ടി എൻറോൾ ചെയ്യാവുന്നതാണ്. ബാച്ചിലർ ഡിഗ്രി ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് നെസസറി ഫോർ സർട്ടിഫിക്കേഷൻ. അതായത് CMA USൻ്റെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്കൊരു ബാച്ചിലർ ഡിഗ്രി കൂടി ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് CMA US പഠിച്ചു തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. CMA US പഠിച്ച് തീരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിലും ഒരു ഡിഗ്രി നേടിയിരിക്കണം, അല്ലെങ്കിൽ അത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായാലും മതി, അതിന് ശേഷമാണെങ്കിൽ ഡിഗ്രി നേടിയാലും മതി. ഏതായാലും ഒരു ഡിഗ്രിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, ബാച്ചിലർ ഡിഗ്രി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CMA USൻ്റെ സർട്ടിഫിക്കേഷൻ, അതായത് ആക്ച്വൽ മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി എൻട്രി ആഫ്റ്റർ ഗ്രാജുവേഷൻ, നമ്മൾ ഗ്രാജുവേഷൻ ശേഷമാണെങ്കിൽ നമുക്ക് CMA ഇന്ത്യയിലേക്ക് നമുക്ക് ഫൗണ്ടേഷൻ ലെവലിൻ്റെ ആവശ്യമില്ല, ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാവുന്നതാണ്. നമുക്ക് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത് CMAയുടെ സർട്ടിഫിക്കേഷന് ആവശ്യമാണ് അല്ലേ. CMA USൻ്റെ കാര്യം പറയുകയാണെങ്കിൽ CMA USന് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ആവശ്യമാണ്. ഇനി വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CMA ഇന്ത്യയിൽ വർക്ക് എക്സ്പീരിയൻസ് നിലയിൽ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. പക്ഷേ ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്, 15 months ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്, നമ്മളത് പറയുന്നതാണ്. നമുക്ക് CMA USലാണെങ്കിൽ 2 years ഓഫ് റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് ഈ എക്സാം പാസ്സാകുന്നതിനൊപ്പം തന്നെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ നമുക്ക് 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ്. എവിടെയെങ്കിലും സ്ഥാപനത്തിൽ നമ്മൾ അംഗീകൃത സ്ഥാപനത്തിൽ ജോലി ചെയ്തുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസോട് ആവശ്യമാണ് നമുക്ക് CMA US സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. ഇനി ഫൈനൽ എക്സാമിന് നമുക്ക് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു CMA ഇന്ത്യ ആണെങ്കിൽ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് പാസ്സായി കഴിയുമ്പോഴാണ് നിങ്ങൾ ഫൈനൽ എക്സാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫൈനൽ ലെവൽ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുക. നമുക്ക് CMA USA ആണെങ്കിൽ നമുക്ക് പാർട്ട് 1 പാർട്ട് 2 എന്നുള്ളത് ആ രീതിയിൽ ഒന്നെങ്കിൽ നമുക്ക് പാർട്ട് 2 ആദ്യം എഴുതാം, അതിനുശേഷം പാർട്ട് 1 എഴുതിയാലും മതി, അല്ലെങ്കിൽ പാർട്ട് 1 എഴുതിയ ശേഷം പാർട്ട് 2 എഴുതിയാലും മതി. അപ്പോൾ ഏത് ഓർഡറിൽ നിങ്ങൾക്കത് ഈ 2 പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലേ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് CMA USൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇനി മെമ്പർഷിപ്പ് റിക്വയർമെൻറ്റ് ICMA സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ, നമുക്ക് ICMA സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മളിവിടെ IMA മെമ്പർഷിപ്പാണ് നമുക്ക് എക്സാം എഴുതുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി CMA ഇന്ത്യയും CMA USും തമ്മിലുള്ള എക്സാമിൻ്റെ പാറ്റേണിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം, എങ്ങനെയാണ് എക്സാം നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുക. അവിടെ CMA ഇന്ത്യയിൽ 3 ലെവൽസാണ് നമ്മൾ പറഞ്ഞ പോലെ, ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ അല്ലേ. CMA USലേക്ക് വരികയാണെങ്കിൽ അത് 2 പാർട്ടാണ്, പാർട്ട് 1ഉം പാർട്ട് 2 അല്ലേ. ഇപ്പോൾ നമ്പർ ഓഫ് പേപ്പേഴ്സ് നമുക്ക് ഏകദേശം 20 പേപ്പറുകൾ നമുക്ക് CMA ഇന്ത്യയിൽ പഠിക്കാനുണ്ട്. ഈ 3 കോഴ്സ് ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനലിലാണ് കൂടി നമുക്ക് 20 പേപ്പർ പഠിക്കാനുള്ളപ്പോൾ നമുക്കിവിടെ CMA USൽ പ്രധാനമായിട്ടും 2 പേപ്പറുകളാണ്. അതിൽ പല ടോപ്പിക്കുകൾ നമ്മൾ കണ്ടു, പാർട്ട് 1ഉം പാർട്ട് 2ഉമായിട്ട് നമുക്കത് പഠിക്കേണ്ടതുണ്ട്. ഇനി എക്സാമിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് CMA ഇന്ത്യ ആണെങ്കിൽ ഒരു വർഷം 2 തവണയാണ് നടക്കുന്നത്, അത് ജൂണിലും ഡിസംബറിലുമാണ്. CMA USA ആണെങ്കിൽ അതിന് എക്സാം വിൻഡോസ് ആണ്, അതായത് ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നമുക്ക് എക്സാം എഴുതാം, അല്ലെങ്കിൽ മെയ്, ജൂൺ മാസങ്ങളിൽ എഴുതാം, അല്ലെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ, അങ്ങനെ 3 എക്സാം വിൻഡോസിലായിട്ട് നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ CMA ഇന്ത്യയിൽ ഓഫ്ലൈൻ, ഓൺലൈൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെവൽ ആൻഡ് സെൻറ്റർ നമുക്ക് 2 രീതിയിലുണ്ടാകും. മോസ്റ്റ്ലി അത് ഓഫ്ലൈനാണ്. CMA USലാണെങ്കിൽ അത് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമാണ്. ACCയുടെ എക്സാം പോലെ കൂടുതലും അത് കമ്പ്യൂട്ടറൈസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ്. പ്രോമെട്രിക് സെൻറ്ററുകൾ വെച്ച്, അതായത് ഈ ഒരു CMA USൻ്റെ അംഗീകൃത സെൻറ്ററുകൾ വെച്ചാണ് ഈ ഒരു എക്സാം നടക്കുക, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എക്സാം. ദെൻ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ CMA ഇന്ത്യയിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഓരോ പേപ്പറിലും വ്യത്യാസം ഉണ്ടാവും. CMA USലാണെങ്കിൽ MCQs, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ essay ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടായിരിക്കുക. CMA ഇന്ത്യയിൽ ഒരു പേപ്പർ 3 അവേഴ്സാണ്, ഒരു പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് 3 അവറാണ് ഒരു എക്സാം നടക്കുക. CMA USലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു പേപ്പറിന് 4 അവേഴ്സായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് 4 അവറിൽ 3 അവർ നമ്മൾ MCQന് വേണ്ടിയാണ്, 100 MCQ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ 100 MCQ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് വേണ്ടി നമുക്ക് 3 അവേഴ്സ് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ നമുക്ക് 1 അവർ അഡീഷണലായിട്ട് നമുക്ക് essay ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്ത് 2 essay ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ 2 essay ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി നമുക്ക് 1 അവർ ഉണ്ടാവും. അങ്ങനെ മൊത്തം 4 അവറാണ് ഈ ഒരു CMA USന് വേണ്ടി ഉണ്ടായിരിക്കുക. ഇനി അതിൻ്റെ പാസിംഗ് ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ CMA ഇന്ത്യയിൽ നമുക്ക് ഓരോ പേപ്പറും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് 40% മാർക്ക് ഉണ്ടായിരിക്കണം. അതായത് 100 മാർക്കാണെങ്കിൽ അതിൽ 40% ഓരോ പേപ്പറും വിജയിക്കാൻ ആവശ്യമാണ്. ഒപ്പം തന്നെ എല്ലാ പേപ്പറിൻ്റെയും മാർക്ക് നമ്മൾ അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ നമുക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. CMA USലാണെങ്കിൽ നമുക്ക് 500 മാർക്ക് ആണ് ടോട്ടൽ മാർക്ക് വരിക. അതിൽ 360 മാർക്കെങ്കിലും നമ്മൾ നേടിയെങ്കിലാണ് നമ്മൾ പാസ്സാകുക. അതായത് 72% ആണ് നമുക്കിവിടെ പാസ് ക്രൈറ്റീരിയ വരിക. ഇനി നമുക്ക് CMA ഇന്ത്യക്ക് ഇത്ര വർഷത്തിനുള്ളിൽ പാസ്സാകണമെന്നുള്ള ഒരു ക്രൈറ്റീരിയ ഒന്നുമില്ല. പക്ഷേ CMA USൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് പഠിത്തം തുടങ്ങിക്കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ നമ്മളത് എക്സാം പാസ്സായിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്.
ഇനി CMA ഇന്ത്യയിലും CMA US-ലും ആർട്ടിക്കിൾഷിപ്പ് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങുമായിട്ടുള്ള വ്യത്യാസം നോക്കുക. നമുക്ക് CMA ഇന്ത്യയിൽ നമുക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആവശ്യമാണ്. അതായത് നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് എന്ന രൂപത്തിലാണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് വരിക. 15 മാസത്തെ ആർട്ടിക്കിൾഷിപ്പാണ് വരിക. നമ്മൾ ഏതെങ്കിലും ഒരു അംഗീകൃത ഒരു CMA-കാരൻ്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലേ. 15 മാസത്തെ പ്രാക്ടീസ് ആവശ്യമാണ്. CMA US-ലാണെങ്കിൽ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. 2 വർഷത്തെ ഫുൾ ടൈം വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. ഒരു തൊഴിൽ പരിചയമാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. നമുക്ക് CMA ഇന്ത്യയിൽ നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങുന്നത് ഇൻ്റർമീഡിയറ്റ് ലെവൽ പാസ്സായതിനു ശേഷം അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് എക്സാം പാസ്സായതിനു ശേഷമാണ് ആർട്ടിക്കിൾഷിപ്പ് ആരംഭിക്കുക. CMA US-ൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 2 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പോ, അതായത് മുൻകാലങ്ങളിൽ എക്സ്പീരിയൻസോടെ ഇവിടെ പരിഗണിക്കുന്നതാണ്. അല്ലെങ്കിൽ എക്സാമിന് നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയോ അല്ലെങ്കിൽ എക്സാമിന് ശേഷമോ നമുക്ക് ഈ എക്സ്പീരിയൻസ് നേടിയാൽ മതി. ഇനി നമുക്ക് ജോബ് റോൾസ്, എന്തൊക്കെ ജോബ് റോളുകളാണ് ലഭിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. CMA ഇന്ത്യ ആണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു കോസ്റ്റിംഗ്, ടാക്സേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. CMA US-ലാണെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്, അനാലിസിസ് തുടങ്ങിയ മേഖലകളാണ്. നമുക്ക് CMA US ആണ്, നിങ്ങൾ CMA ഇന്ത്യയാണ് പഠിക്കുന്നതെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഇന്ത്യൻ കമ്പനീസാണ്, കാരണം ഇന്ത്യൻ നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യൻ കമ്പനികളായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ജോലി തരിക. അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മാനുഫാക്ചറിങ് കമ്പനികൾ, ഗവൺമെൻറ് സെക്ടറിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. CMA US ആണെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളാണ് അല്ലേ. മൾട്ടിനാഷണൽ കമ്പനികൾ, ബിഗ് ഫോർ ഫേംസ്, വലിയ കമ്പനികൾ, ഗ്ലോബൽ ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് സെക്ടേഴ്സിലൊക്കെ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെ കൂടുതലാണ്. ജോബ് റോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, CMA ഇന്ത്യ ആണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിരിക്കും, ഇൻറ്റേർണൽ ഓഡിറ്റർ ആകാം, ടാക്സ് കൺസൾട്ടൻ്റ് ആകാം, ഫൈനാൻസ് മാനേജർ ആകാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ബഡ്ജറ്റ് അനാലിസ്റ്റ്, കോസ്റ്റ് കൺട്രോൾ, ആ രീതിയിലൊക്കെ പോകും. CMA US ആണെങ്കിൽ നമുക്കതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിന് അവിടെ സാധ്യതയുണ്ട്, ഇൻറ്റേർണൽ ഓഡിറ്ററിന് സാധ്യതയുണ്ട്. ടാക്സ് കൺസൾട്ടൻറ്റ് പ്രധാനമായിട്ടും അവിടെ ടാക്സ് നമ്മൾ പഠിക്കാത്തതുകൊണ്ട് ടാക്സ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഫൈനാൻഷ്യൽ മാനേജറായിട്ടുള്ള സ്കോപ്പ് അവിടെയുമുണ്ട്. അപ്പോൾ തന്നെ ബഡ്ജറ്റ് അനലിസ്റ്റ്, കോസ്റ്റ് കൺട്രോളർ, അങ്ങനെയുള്ള മേഖലകളെല്ലാം നിങ്ങൾക്ക് CMA US-നും ജോലി ലഭിക്കുന്നതാണ്. ഇനി വിച്ച് വൺ ഈസ് ബെറ്റർ ഫോർ യു, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഈച്ച് സ്റ്റുഡൻറ്റ്. നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നിങ്ങൾ ഓരോ കോഴ്സിനും ചേരാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CMA ഇന്ത്യ പഠിക്കുന്നതാണ് നല്ലതല്ലേ. ഇന്ത്യയിൽ തന്നെയാണ് അതിനുള്ള ജോലി സാധ്യത കൂടുതൽ. നിങ്ങൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യണം, നിങ്ങൾക്ക് കൂടുതൽ സാലറി വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് നല്ലത്, CMA US ആണ് നല്ലത് അല്ലേ. CMA US ആണെന്നുള്ളതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് CMA US-ന് അല്പം ഫീസ് കൂടുതലായിരിക്കും. കമ്പാരിറ്റീവ്ലി CMA ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CMA US-ന് ഫീസ് കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങളത് ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കരുതിയാൽ മതി. ഫ്യൂച്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അല്പം ഫീസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CMA ഇന്ത്യ പഠിച്ചതിനേക്കാളും കൂടുതൽ, അതായത് വിദേശത്താണ് ജോലി കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ 3 ഇരട്ടിയോളം ശമ്പളം കൂടുതൽ ലഭിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് വലിയൊരു കാര്യമായിട്ട് കരുതേണ്ട ആവശ്യമില്ല. ഫീ കൊടുക്കുക എന്നുള്ളത് കൂടുതൽ നല്ല സാലറി കിട്ടണമെങ്കിൽ നമ്മൾ അല്പം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്പം കൂടുതൽ നല്ലൊരു കോഴ്സ് പഠിക്കേണ്ടിയിരിക്കുന്നു. ആ ലെവലിൽ നിങ്ങൾക്ക് അതിനെ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെയാണ് ജോലി ചെയ്യാൻ ആഗ്രഹമെങ്കിൽ ഞാൻ പറഞ്ഞു CMA ഇന്ത്യ നോക്കിയാൽ മതി. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ CMA US പഠിക്കുക അല്ലേ, അതാണ് നിങ്ങൾക്ക് നല്ലത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് CMA US ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഡിഗ്രിയൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 1.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് CMA US നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. 1.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ആ എക്സാമൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് CMA ഇന്ത്യ ആണെങ്കിൽ നിങ്ങൾക്കൊരു 3 വർഷം എടുക്കുന്നതാണ്. CMA ഇന്ത്യ പാസ്സാകാൻ വേണ്ടി 3 വർഷം ആ പരീക്ഷ പാസ്സാകാൻ വേണ്ടി, കാരണം അത്രയും പേപ്പറുകൾ എഴുതിയെടുക്കണം അല്ലേ. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്, ആ ഓർത്തിരിക്കുക. ഇനി CMA US ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ ഡിഗ്രി നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കണം. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് നല്ല കൂടുതൽ സാലറിയും പുറത്തുള്ള ജോലിയൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ CMA US തന്നെ എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റ് കൊമേഴ്സ് സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അല്ലെങ്കിൽ കൂടുതൽ കോഴ്സുകളൊക്കെ പരിചയപ്പെടുത്തണമെന്ന് ഈ ചാനലിലൂടെ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ കോഴ്സുകളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഫില്ല് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.